നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ AC-യുടെ പൈപ്പ് വഴി ഏതെങ്കിലും രീതിക്ക് ഓയിലിൻ്റെ അംശം നമ്മൾ കാണുകയാണ്. അതായത് നമ്മൾ ഹുഡ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ബോണറ്റ് തുറക്കുന്ന സമയത്ത് അതിലെ വരുന്ന AC പൈപ്പിൽ എവിടെയെങ്കിലും ചെറിയ രീതിക്ക് ഓയിൽ കണ്ടൻറ്റ്, അതായത് വാട്ടർ കണ്ടൻറ്റ് നോർമലായിട്ട് വരുമെന്ന് നമുക്കറിയാം. അതായത് AC ഓൺ ചെയ്യുന്ന സമയത്ത് AC വർക്കിങ്ങിൻ്റെ ടൈമിൽ അതിനകത്ത് നോർമലായിട്ടൊരു വാട്ടർ കണ്ടൻറ്റ് വരുന്നതാണ്, അത് നോർമലാണ്. പക്ഷേ ഇതിൽ ഓയിൽ കണ്ടൻറ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതായത് ആ പൈപ്പിൽ ഓയിൽ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണോ? അങ്ങനെ വെച്ച് ഓടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത്, ടെക്നീഷ്യൻ സേസ് there is a oil leak from my car AC pipe. Is it an issue? Should need to change the oil pipe? ശരിക്കും പറഞ്ഞാൽ അത് ഓയിൽ പൈപ്പ് അല്ല. അതിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ AC ഗ്യാസ് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ഓയിലിൻ്റെ പ്രസൻസ് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ AC കംപ്രസറിനകത്ത് അല്ലെങ്കിൽ AC കംപ്രസർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു ഫ്രിക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനിൽ ഒഴിക്കുന്ന പോലെ തന്നെ ഒരു ഓയിൽ നമ്മുടെ AC കംപ്രസറിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു AC കംപ്രസറിനകത്ത് വരുന്ന ഓയിലിൻ്റെ പ്രസൻസ് ആണ് അതിൽ ഏതെങ്കിലും രീതിക്ക് ലീക്കോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലാണ് ഈ ഓയിൽ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ വാഹനത്തിൻ്റെ AC പൈപ്പ് വഴി എന്തെങ്കിലും രീതിക്ക് ഓയിൽ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് AC-യുടെ തണുപ്പൊക്കെ കുറയുമ്പോഴത്തേക്കും അത് മാറിയാൽ മതി, കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ ഗ്യാസും ചെറുതായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ AC ഗ്യാസ് കുറഞ്ഞ് ഇനിയിപ്പം AC-യുടെ തണുപ്പ് കുറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ AC പൈപ്പിൽ ഓയിലിൻ്റെ അംശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓയിലിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ഉടനെ കൊണ്ട് കാണിച്ച് ക്ലിയർ ചെയ്തോണം. വേറൊന്നും കൊണ്ടല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ AC ഗ്യാസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം AC ഗ്യാസ് ഫില്ല് ചെയ്താൽ മതി, എവിടെ നിന്നാണ് ലീക്ക് ആ ലീക്കുള്ള പോർഷൻ മാത്രം മാറിയാൽ മതി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓയിൽ പുറത്തോട്ട് ചാടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ വാഹനത്തിൻ്റെ AC കംപ്രസറിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ കംപ്രസറിനകത്ത് യൂസ് ചെയ്യേണ്ട ഓയിൽ അല്ലെങ്കിൽ കംപ്രസറിനകത്ത് സർക്കുലേറ്റ് ചെയ്യേണ്ട ഓയിൽ പുറത്തോട്ട് വന്ന് ഇത് പുറത്തോട്ട് പോകുന്നതിനനുസരിച്ച് ഇതിനകത്ത് ഓയിലിൻ്റെ അംശം അല്ലെങ്കിൽ ഓയിലിൻ്റെ അളവൊക്കെ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് ഫ്രിക്ഷൻ ഉണ്ടാകും, അതായത് തേയ്മാനം വരും നമ്മുടെ AC കംപ്രസറിനകത്ത്. അങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമ്മുടെ AC കംപ്രസറിൻ്റെ ലൈഫ് കുറയാണ്, AC കംപ്രസർ മാറേണ്ടി വരും. അങ്ങനെ മാറാനാണെങ്കിൽ എങ്ങനെയുള്ള ഒരു 10-25,000 രൂപ വെറുതെ AC കംപ്രസറിന് നമ്മൾ കളയേണ്ടി വരും. അതുകൊണ്ട് ഓയിൽ ലീക്ക് കണ്ടാൽ അന്നേരം തന്നെ അത് ക്ലിയർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പൈപ്പ് മാറേണ്ടി വരുന്നുള്ളതായിരിക്കും. ഒരു 10,000 രൂപയ്ക്ക് അത് തീരാനുള്ള പരിപാടി കാണുന്നില്ല. എനിക്ക് കൂടിപ്പോൾ 2,000 അല്ലെങ്കിൽ 2,500 രൂപയ്ക്ക് അത് തീരാനുള്ള ഒരു പരിപാടിക്ക് നമ്മളത് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്ന AC കംപ്രസർ പണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഭാവിയിൽ ഇതൊരു ബുദ്ധിമുട്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്തോണം, AC റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ് ഒക്കെ ആണെങ്കിൽ. കാരണം ഏത് പോർഷനാണ് കംപ്ലയിൻറ്റ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം.